ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി മുട്ട കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 4 കോഴിമുട്ടയാണ് എടുക്കുന്നത്. ഇതുപോലൊരു പാത്രത്തിലേക്ക് ആദ്യം പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഈ ഒരു മുട്ട എടുക്കുന്നതിനനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ അളവും ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ മുട്ട നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. ബീറ്റർ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇതേപോലെ അടിച്ച് പതപ്പിച്ചെടുക്കാവുന്നതാണ്. അല്ലാതെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കരുത്. അപ്പോൾ ഈ ഒരു പലഹാരത്തിന്റെ പരുവം തെറ്റിപ്പോവും. ഇപ്പതാ ഈ മുട്ട നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കാം. വാനില എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 കപ്പ് അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട്. മധുരവും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആ ഒരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ അളവിലുള്ള പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഈ മുട്ട എത്രത്തോളം വിസ്ക് വെച്ച് ഇതുപോലെ അടിച്ചെടുക്കുന്നോ അത്രയും നന്നായിരിക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പലഹാരവും. ഇപ്പൊ ഇതാ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് റവയാണ്. ഞാനിവിടെ 1/4 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ റവ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഇതിലേക്ക് വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. എന്നാലാണ് ആ ഒരു ടേസ്റ്റിലും പെർഫെക്റ്റ് ആയിട്ടൊക്കെ കിട്ടുള്ളൂ. ഇതെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും തന്നെ. ഇനി ഇതിലേക്ക് പാലോ വെള്ളമോ ഒന്നും തന്നെ ചേർക്കേണ്ടതില്ല. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇനി ഞാനിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് സ്റ്റീലിന്റെ ഇതുപോലുള്ള ചോറ് കഴിക്കുന്ന പാത്രത്തിലാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ പാത്രത്തിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളകി വരികയും ചെയ്യും. അതുപോലെ തന്നെ ഈ പലഹാരത്തിന് നെയ്യിന്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. ഇനി ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്കൊരു റിങ് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്കാണ് ഈ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. എയർ ടൈറ്റ് ആയിട്ടിരിക്കാനായിട്ട് ഇതിന്റെ അടപ്പിന്റെ ഈ ഒരു ഹോളിൽ ഒരു പേപ്പർ തിരികെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 7-8 മിനിറ്റ് മതിയാവും ഇത് വെന്ത് കിട്ടാനായിട്ട്. ഇനി നമുക്കിതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടാറിയതിനു ശേഷമാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അതിന്റെ വക്കൊക്കെ തനിയെ വിട്ടുവരും. ഞാനിപ്പോൾ ചൂടോട് കൂടി തന്നെ എടുത്ത് കാണിക്കുന്നതുകൊണ്ട് ഇതിന്റെ വക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലോ വലിപ്പത്തിലോ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. ഇപ്പൊ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പഞ്ഞ് പോലെ ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒന്നാണ്. കുട്ടികൾക്കും വലിയവർക്കെല്ലാം ഒരുപോലെ ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.